الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ ആയുസ്സിലെ ഓരോ വർഷവും ഇല പൊഴിയുന്നത് പോലെ കൊഴിഞ്ഞു പോവുകയാണ്. 53-ാമത്തെ വയസ്സിൽ മരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ജനനത്തിൻ്റെ സമയത്ത് അയാളുടെ ആയുസ്സിൻ്റെ വൃക്ഷത്തിൽ 53 ഇലകളാണ് ഉണ്ടായിരിക്കുക. അതിൽ ഓരോ വർഷവും കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ സങ്കല്പിച്ചാൽ ഇനി എത്ര ഇല ബാക്കിയുണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ മരത്തിലെന്ന് നമുക്കറിയുകയില്ല. ഒരു വർഷം എന്നത് 365 ദിവസമാണ്, 12 മാസമാണ്, 8760 മണിക്കൂറുകളാണ് ഒരു വർഷത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. ഏകദേശം 5,25,600 മിനിറ്റുകൾ ഒരു വർഷത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. ഓരോ വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യർ ആഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നാൽ ഒരു വർഷം നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയി എന്നും മരണത്തിലേക്ക് ഒരു വർഷം അടുത്തിട്ടുണ്ട് എന്നുമുള്ള ഒരു ഞെട്ടലിൻ്റെ ബോധം ആർക്കും വന്നു ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലയെ മറന്നുകൊണ്ട് കുറേയധികം പ്രവർത്തനങ്ങൾ മനുഷ്യർ വർഷങ്ങൾ കഴിയുമ്പോൾ ആഘോഷിക്കുന്നു. എന്തൊക്കെ പേക്കൂത്തുകളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ നടക്കുന്നത് എന്ന് നാം നേരിട്ട് കാണുന്നവരാണ്. അതൊക്കെ കാണുമ്പോൾ വേദനയും പ്രയാസവും ഒക്കെ നമുക്ക് തന്നെ ഉണ്ടാവാറുണ്ട്. മറ്റുള്ള സമുദായങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മത്സരിച്ച് ആഘോഷിക്കുന്നവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ടതുണ്ട്, വേവലാതിപ്പെടേണ്ടതുണ്ട്. വിശ്വാസി ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞതിനെ വിലയിരുത്തണം, വരാനിരിക്കുന്നതിനെ ആസൂത്രണം ചെയ്യണം. എങ്ങനെ എനിക്ക് 2025 എന്ന വർഷത്തിൽ എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ ആ വർഷത്തെ പരലോകത്തേക്ക് എനിക്കിങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കിട്ടിയതിനെ പുറകോട്ട് തിരിഞ്ഞു നോക്കി കിട്ടിയതിന് നന്ദി ചെയ്യാൻ സാധിക്കണം. ഒട്ടുനിൽക്കേണ്ട തിന്മകളെ ലിസ്റ്റ് ചെയ്യണം. കൂട്ടിച്ചേർക്കേണ്ട നന്മകൾക്ക് വേണ്ടി സമയവും സന്നദ്ധതയും ഉണ്ടാകുന്ന ഒരു മാനസിക നില വളർത്തണം. എന്നാൽ നാം എന്തു ചെയ്തു? എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തേണ്ടത് എന്ന് ഈ വർഷത്തിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നിരവധി ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം, വിലയിരുത്തണം. തഹജ്ജുദ് എങ്ങനെയായിരുന്നു? നമസ്കാരത്തോടെ എൻ്റെ നിലപാടെന്തായിരുന്നു?
മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരോട് എങ്ങനെ വർത്തിച്ചു, മരിച്ചു പോയവരാണെങ്കിൽ അവരുടെ ഖബർ എത്ര പ്രാവശ്യം സന്ദർശിച്ചു, അവർക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചു എന്നൊക്കെ നമ്മൾ സ്വയം കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ സ്വയം പ്രചോദിതരായി നന്മ ചെയ്യാനും സ്വയം പ്രചോദിതരായി ചിന്തയിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്ക് സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അയ്യുൽ മുഅ്മിനീന അക്കിയസ്, ആരാണ് ബുദ്ധിയുള്ള സത്യവിശ്വാസി എന്ന് ചോദിക്കുന്നുണ്ട്. അക്സറുഹുൽ ലിൽ മൗതി ദിക്റ വഅഹ്സനുഹുൽ ലിമാ ബഅദഹു ഇസ്തിഅദാദ് ഉലൈകൽ അക്കിയസ്, മരണത്തെ ഓർക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. എനിക്കൊരു ഒടുക്കമുണ്ടെന്നും ഇതൊരിക്കലും ഇങ്ങനെ അനന്തമായി പോകുന്ന ജീവിതമല്ലെന്നും ഈ ജീവിതം കഴിഞ്ഞാൽ ഇനി എനിക്കൊരു ജീവിതം അനന്തമായി വരാനുണ്ടെന്നും ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. അതിനു വേണ്ടി നല്ല പരിശ്രമങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നവൻ ഉലൈകൽ അക്കിയസ്, അവരാണ് ബുദ്ധിമാന്മാർ. ഭൗതികമായ സൗകര്യങ്ങൾ കൂട്ടാനും കുടുംബത്തിന് വേണ്ടി ഒരുക്കുന്നതിനുമുള്ള തത്രപ്പാടിലും ചിന്തയിലും മുന്നോട്ട് പോകുമ്പോൾ പരലോകത്തെ സ്വർഗമാകുന്ന ഉപജീവനം വിശാലമാകാൻ വേണ്ടത് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ, ഒരശ്രദ്ധ നമ്മിൽ വന്നു ചേരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് കഴിഞ്ഞ വർഷത്തേത് എന്ന് വിലയിരുത്തണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ഗദൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും ഞാൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തത് വെച്ചിട്ടുള്ളത് എന്ന് നോക്കട്ടെ. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു. നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യവും സൂക്ഷ്മമായി അറിയുകയും അതിൻ്റെ നീയത്ത് എഴുതി വെക്കുകയും അത് നന്മയുടെ ഏടിൽ എഴുതണോ തിന്മയുടെ ഏടിൽ എഴുതണോ എന്ന് തീരുമാനിച്ച് രേഖപ്പെടുത്തി വെക്കുവാൻ സംവിധാനിച്ചുള്ളവനാണ് അല്ലാഹു. നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് ബോധപൂർവം നമ്മുടെ ചിന്തയെ കൊണ്ടു എന്നാൽ ഇനിയുള്ള ജീവിതത്തിൽ നന്മ നിറഞ്ഞതാക്കാനും തിന്മ ഇല്ലാത്തതാക്കാനും നമുക്ക് സാധിക്കും. നാം അല്ലാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന് പലപ്പോഴും മറന്നു പോകുന്നു. അതാണ് നന്മ മുടങ്ങാനും തിന്മ തുടങ്ങാനും കാരണം. അതാണ് നന്മ മുടങ്ങാനും തിന്മ തുടങ്ങാനുമുള്ള കാരണമെന്തേ? അല്ലാഹു തആല എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആയുസ്സിൻ്റെ നിമിഷങ്ങളെക്കുറിച്ച് അല്ലാഹു തആല വിചാരണ നടത്തും എന്ന ചിന്ത മനസ്സിലേക്ക് കയറി വരാത്തതാണ് നിമിഷാർദ്ധങ്ങളിൽ അല്ലാഹുവിനെ മറന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം. വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അണുവിൻ്റെ അളവ് നന്മ ചെയ്തവൻ അത് കാണും, തിന്മ ചെയ്തവൻ അതും കാണും. ഒന്നും നഷ്ടപ്പെടില്ല, എല്ലാം അവിടെ രേഖപ്പെടുത്തും. പരലോകത്ത് ചെന്നാൽ നമ്മളെല്ലാവരും അവരവൻ്റെ തിന്മകളോടുകൂടി നന്മകളോടുകൂടി അവനെയും പ്രദർശിപ്പിക്കപ്പെടും. യൗമ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അന്നേ ദിവസം നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. യാതൊരു മറഞ്ഞ കാര്യവും നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. ഒന്നും ഒഴിവാകാതെ മുഴുവൻ അല്ലാഹു തആല വിചാരണക്കെടുക്കുമെന്ന ഒരു നിരീക്ഷണം നമ്മുടെ മേലുണ്ടെന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ മാറണം. അടുത്ത വർഷത്തിലെങ്കിലും സ്വയം വിചാരണക്കൊരുങ്ങണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹാസിബു, നിങ്ങൾ വിചാരണ നടത്തണം. അൻഫുസകും, നിങ്ങളെ തന്നെ. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾക്ക് വിചാരണ വരുന്നതിന് മുമ്പ്. വസനു, നിങ്ങൾ തൂക്കി നോക്കണം. അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ. ഖബ്ല അൻ തൂസനു അലൈക്കും, നിങ്ങളുടെ മേൽ തൂക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളെ ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും തൂക്കി നോക്കണം. നമ്മുടെ ചെയ്തികളെ നമ്മൾ ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും നമ്മൾ സ്വയം വിചാരണക്ക് വിധേയരാകണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളോട് സൂചിപ്പിക്കുകയാണ്. സ്വയം വിചാരണക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്നാമത്തേത്, നിർബന്ധ കാര്യങ്ങൾ സമ്പൂർണ്ണമായി അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും നമസ്കാരമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ എന്ന്
കൃത്യമായി ശ്രദ്ധിക്കുകയും അതിന് വരുന്ന കേടുപാടുകൾ എന്തൊക്കെയാണ്, അതിന് വരുന്ന ന്യൂനതകൾ എന്തൊക്കെയാണ്, അത് അസ്വീകാര്യമാകാൻ കാരണമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. നിർബന്ധ കാര്യങ്ങൾ ഇനി തുടങ്ങാത്തവർ തുടങ്ങണം. ജമാഅത്ത് നമസ്കാരത്തിലേക്ക് നമ്മൾ വരണം. സുബഹി ജമാഅത്തിലേക്ക് പ്രത്യേകിച്ച് കടന്നു വരണം. അസർ ജമാഅത്തിലേക്ക് പ്രത്യേകിച്ച് കടന്നു വരണം. അതിൽ വരുന്ന ന്യൂനതകൾ എന്തൊക്കെയെന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ആ ന്യൂനതകൾ മാറ്റി നേരെയാക്കണം. നമസ്കാരം ഇങ്ങനെ മതിയോ? ഇതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയാക്കേണ്ടതല്ലേ? അള്ളാഹുവിനോടുള്ള നേരിട്ടുള്ള സംസാരമായ നമസ്കാരത്തിൽ എനിക്ക് എത്രത്തോളം ആത്മാർത്ഥത പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, വിലക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണം. വിലക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണം. ഒരു തിന്മയും ജീവിതത്തിലില്ലാത്ത വിധത്തിൽ ജീവിച്ചാലേ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സോ ദേഹേച്ഛയോ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ എന്തെങ്കിലും മറികടക്കാൻ ശ്രമിച്ചാൽ അതിനെ തടുത്തു നിർത്താനും അള്ളാഹുവിലേക്കും റസൂലിലേക്കും തിരിഞ്ഞ് പരിഹാരം കാണാനും നമുക്ക് സാധിക്കണം. ഈ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ, തൗബ ചെയ്യുക, പൊറുക്കലിനെ തേടുക. വൽ ഹസനാത്ത്, നന്മ ചെയ്ത് അതിനെ മായ്ച്ചു കളയുക. ഇതാണ് പരിഹാരം. ധാരാളം നന്മ ചെയ്യുമ്പോൾ ഒരാൾ ധാരാളം തിന്മക്ക് പിന്നിൽ നന്മ ചെയ്യുമ്പോൾ ആ നന്മകൾ തിന്മയെ മായ്ച്ചു കളയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥമായി തൗബ ചെയ്യുമ്പോൾ, പിന്നെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുമ്പോൾ, മറ്റുള്ളവരോട് ചെയ്ത തെറ്റാണെങ്കിൽ അവരോടും പൊറുക്കലിനെ തേടുമ്പോൾ പാപമില്ലാത്ത ഒരു ജീവിതം നയിക്കാനും പാപമില്ലാത്ത ഒരാത്മാവായി തിരിച്ചു പോകാനും നമുക്ക് സാധിക്കും. അശ്രദ്ധയെ തൊട്ട് മനസ്സിനെ സ്വയം വിചാരണ നടത്തണം. എനിക്ക് ശ്രദ്ധയുണ്ടോ, അശ്രദ്ധയാണോ എനിക്കുള്ളത്? നമസ്കാരത്തിൽ അശ്രദ്ധയുണ്ടോ? അല്ലെങ്കിൽ ജീവിതത്തിൽ പുണ്യങ്ങൾ ചെയ്യുന്നതിൽ അശ്രദ്ധയുണ്ടോ? അല്ലെങ്കിൽ അശ്രദ്ധമായി എനിക്ക് തിന്മകൾ വന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ദിക്റുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരാളം സ്മരണകൾ ഉണ്ടാകുമ്പോൾ അശ്രദ്ധയെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, ശ്രദ്ധയെ കൊണ്ടുവരാൻ പറ്റും. ഒരാൾ നമസ്കാരം പൂർണ്ണമായി ചൊല്ലി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവന് ഈമാനുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ ഈമാന് വിള്ളൽ വന്നിട്ടുണ്ട്, അവൻ്റെ ഈമാനിന് എന്തോ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നാലോചിക്കാം. ഈ ഈമാനിനെ എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? ദിക്റുള്ളയിലൂടെ, ഖിറാഅത്തുൽ ഖുർആനിലൂടെ, സ്വലാത്തിലൂടെ, നമസ്കാരത്തിലൂടെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരഭാഗങ്ങളെ നാളെ ചോദ്യം ചെയ്യും. നമുക്കെതിരെ അവർ സാക്ഷി പറയും. ഓരോ ശരീരഭാഗങ്ങളും സാക്ഷി പറയും. അതുകൊണ്ട് നോട്ടത്തെ ശ്രദ്ധിക്കണം, കേൾവിയെ ശ്രദ്ധിക്കണം, സംസാരത്തെ ശ്രദ്ധിക്കണം, നടത്തത്തെ ശ്രദ്ധിക്കണം. എന്ത് ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്ന് സ്വയം വിചാരണ നടത്തി മുന്നോട്ട് പോകണം. എന്തിനൊരുങ്ങി പുറപ്പെട്ടാലും ഇതെനിക്ക് നാളെ പരലോകത്ത് അല്ലാഹു തൃപ്തിപ്പെടുന്ന പ്രവർത്തനമാക്കാൻ സാധിക്കുമോ, അതോ ഈ പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്ന് ഓരോ നിമിഷവും ആലോചിക്കാൻ സാധിക്കണം. അവർ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒന്നാമത്തത് എന്താണ്? യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. കാരണം വാർദ്ധക്യം വന്നാൽ മുട്ടുവേദനയായി, ഷുഗറായി, പ്രഷറായി, ഊരവേദനയായി, മൂത്രത്തിന് ബ്ലോക്കായി, അല്ലെങ്കിൽ അറ്റാക്കായി, പല നിലക്കും വലിയ വലിയ ദൗർബല്യങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് ഈ വാർദ്ധക്യം എന്നത്. അതുകൊണ്ട് പ്രായമാകുന്നതിന് മുമ്പുള്ള യുവത്വം അത് ആനന്ദിക്കാനുള്ളതല്ല, ജീവിതം ആഹ്ലാദിക്കാനുള്ളതല്ല. നാളെ സ്വർഗത്തിൽ ആനന്ദിക്കാൻ, ആഹ്ലാദിക്കാൻ വേണ്ടി സമ്പാദിക്കാനുള്ള ലോകമാണിതെന്ന് മിനിമം ആ ഒരു ബോധമെങ്കിലും നമുക്ക് വേണം. കഴിഞ്ഞ കാലത്തിൻ്റെ കർമ്മം ചെയ്യാത്തതിൻ്റെ നഷ്ടബോധം പോലും വന്ന് ആകെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന വൃദ്ധന്മാരുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കണം, വയസ്സായവർ പറഞ്ഞു കൊടുക്കണം. നല്ല കാലത്ത് കർമ്മം
ചെയ്യാത്തതിൻ്റെ ഖേദത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. യുവാക്കളെ കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. വസിഹ്കതിക ഖബല സഖമിക്കാം. രോഗത്തിനു മുമ്പുള്ള ആരോഗ്യത്തെ ആരോഗ്യവാൻ വിചാരിക്കുന്നു കുറച്ച് കഴിയട്ടെ, നന്മ ചെയ്തു തുടങ്ങാമെന്ന്. ഇത് ആസ്വദിക്കാനുള്ള കാലഘട്ടമാണെന്ന് വിചാരിക്കും. എന്നാൽ അവന് വരുന്ന രോഗം ഏതു സമയത്താണെന്നറിയുമോ? ഇല്ല. 23 വയസ്സുകാരൻ കിഡ്നി പേഷ്യൻ്റായി മാറുന്നു, ഡയാലിസിസ് ചെയ്യുന്നു. 22കാരൻ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നു. അതൊക്കെ നമ്മിലേക്കും കടന്നു വരാം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. രോഗമുള്ളവൻ വിചാരിക്കുന്നു ആരോഗ്യാവസ്ഥയിൽ കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു, ഇത്രക്ക് ഓർത്തില്ല. ചെയ്യാനുള്ള ബോധം വന്നപ്പോൾ രോഗം മൂലം ശരീരം പ്രയാസത്തിലാണ്. രണ്ടുപേരും വിഡ്ഢികളാണ്. ആരോഗ്യമുണ്ടാകുമ്പോൾ ഈ ജീവിതം ആഹ്ലാദിച്ചാനന്ദിച്ചടിച്ചു പൊളിക്കുന്നവനും അതേപോലെ ഒരു സിഖത്തുണ്ടായ സമയത്ത് കർമ്മം ചെയ്യാതെ ആകെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന രണ്ടാളും അവൻ്റെ ജീവിതത്തെയാണ് നശിപ്പിച്ചത്. നാളെ പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കേണ്ട അവസരങ്ങളെയാണ് ഇല്ലാതാക്കിയത്. അതുകൊണ്ട് ഒരു ജീവിതം, ഇവിടെയുള്ള ജീവിതം, ഈ ജീവിതം മാത്രമേ പരലോകത്തേക്ക് അധ്വാനിക്കാനുള്ളൂ എന്ന് നമ്മൾ ആലോചിക്കണം. മരണം നമ്മളെ കൊണ്ടുപോകും, രോഗം നമ്മളെ ദുർബലമാക്കും എന്നുള്ള ഒരു കൃത്യമായ ചിന്തയുണ്ടായി മുന്നോട്ട് പോകണം. ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പന്നതയെ ഉപയോഗപ്പെടുത്തണം. ആരെങ്കിലും സമ്പന്നമായി ജീവിക്കുന്നുണ്ടെങ്കിൽ പണം നാളേക്കുള്ളതാണ് എന്ന് 2 തരത്തിൽ ചിന്തിക്കാം. ഒന്ന്, ഭാവിയിൽ ഇഹലോകത്തിന് പണം വേണമെന്ന് ചിന്തിക്കാം, ഭാവിയിലെ പരലോകത്തിന് പണം വേണമെന്ന് ചിന്തിക്കാം. 5 റൂമുള്ള ഒരു കോംപ്ലക്സ് ഉണ്ടെങ്കിൽ 1 റൂമിൻ്റെ വാടക പള്ളിയിലേക്കാണെന്ന് പറയുമ്പോൾ അയാൾക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത് 1 റൂമിൻ്റെ വാടകയാണ്. കാരണം അത് നാളെ പരലോകത്തേക്കുള്ള സമ്പാദ്യമാണ്. ഈഹലോകത്തേക്ക് 4 റൂമുകൾ സമ്പാദിച്ച് ആ സമ്പാദ്യം കൊണ്ട് നമ്മളിവിടെ എന്തനുഭവിച്ചാലും അത് ലാഭമല്ല, നഷ്ടമാണ്. ലാഭം കിട്ടുന്നത് നാളെ പരലോകത്തേക്കുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം. ദാരിദ്ര്യം ഇതിനേക്കാൾ വലിയ ദാരിദ്ര്യം വന്നു ചേരില്ലെന്ന് പറയാനൊക്കുമോ? ഉള്ളതിൽ നിന്ന് ചിലവഴിച്ചാൽ ഖേദിക്കേണ്ടി വരില്ല. തിരക്ക് വരുന്നതിന് മുമ്പ് ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തണം. കൗമാരക്കാരെ, ഇനി ഒഴിവില്ലാത്ത ദിനങ്ങളാണ് വരാനുള്ളത്. ഒന്ന് കല്യാണം കഴിച്ചാൽ, 2 മക്കളുണ്ടായാൽ, വീട് പണി തുടങ്ങിയാൽ പിന്നെ സമയമുണ്ടാകില്ല. അതുകൊണ്ട് കൗമാരത്തിലെ ധാരാളം അല്ലാഹുവിനെ ഓർക്കാനും അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താനും നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. മരണത്തിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. മരിക്കുമ്പോൾ ഖേദിക്കാതിരിക്കാൻ നല്ലവണ്ണം പരലോക സൗഖ്യത്തിനു വേണ്ടി അധ്വാനിക്കണം. ബക്കറുൽ മുസ്നി റഹ്മഹുല്ല പറയുകയാണ്, പകൽ വിളിച്ചു പറയുമത്രേ, ഇബ്നു ആദം മനുഷ്യ, നീ എന്നെ ഉപയോഗപ്പെടുത്തുക, ശേഷം നിനക്കൊരു പകൽ ഇല്ലാതിരിക്കാം. ഈ രാത്രി നീ മരിച്ചാൽ ഇതോടുകൂടി നിന്റെ പകൽ അവസാനിക്കുകയാണ്. ഓരോ പകലും അവസാനിക്കും, ഓരോ രാത്രിയും വരും. രാത്രിയും വിളിച്ചു പറയും, മനുഷ്യ, നീ എന്നെ ഉപയോഗപ്പെടുത്തുക, എനിക്ക് ശേഷം നിനക്കൊരു രാത്രി ഇല്ലായിരിക്കാം. കലണ്ടറുകൾ മാറി മറിയുമ്പോൾ വയസ്സ് പറഞ്ഞ് അഭിമാനിക്കുന്നവരോട് ഒരു വാക്ക് പറയാനുണ്ട്. ഇബ്നു റജബ് റഹ്മഹുല്ല പറഞ്ഞു, തന്നിലൂടെ കടന്നു പോകുന്ന എണ്ണപ്പെരുപ്പം കൊണ്ട് സന്തോഷിക്കുന്നവനെ, യഥാർത്ഥത്തിൽ വർഷത്തിൻ്റെ എണ്ണപ്പെരുപ്പമല്ല, അതിൽ നീ സന്തോഷിക്കുകയല്ല വേണ്ടത്. നിന്റെ ആയുസ് കുറഞ്ഞു പോവുകയാണ്. 0 നിന്ന് തുടങ്ങി 62 എത്തുമ്പോൾ 72 മരണമെങ്കിൽ ഇനി 10 വർഷമേയുള്ളൂ എന്ന് പറഞ്ഞ് ബേജാറാകുന്ന അവസ്ഥ, 10 വർഷമേ ഇനി പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരണം. 62 കിട്ടിയല്ലോ എന്ന് പറയുന്നവൻ 62 ആഖിറത്തിലേക്കുള്ള നന്മകളാൽ സമ്പന്നമാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ആഘോഷിക്കാം, സന്തോഷിക്കാം. മറിച്ച് ദുനിയാവിൻ്റെ കാര്യത്തിലേക്കാണ് മുഴുവൻ സമയവും ചെലവഴിച്ചത്.
അല്ലെങ്കിൽ ബഹുഭൂരിഭാഗവും ചെലവഴിച്ചത്. എന്നിട്ടും ഇവിടെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ആഹ്ലാദിക്കുന്നുണ്ടെങ്കിൽ അത് ന്യായമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. യാ ഇബ്നു ആദം ഇന്നമാ അൻത അയ്യാമുൻ ഫഇദാ ദഹബ യൗമക ദഹബ ബഅലക. മനുഷ്യ, നീ എന്നത് കേവലം ദിവസങ്ങൾ മാത്രമാണ്. നമ്മൾ ഓരോ ദിവസങ്ങൾ കൂടി ചേർന്നതാണ് നമ്മുടെ ആയുസ്സായി തീരുന്നത്. നിന്റെ ആയുസ്സിൽ നിന്നാണ് ആ വർഷം കൊഴിഞ്ഞു പോകുന്നത് എന്ന് കഴിഞ്ഞ സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിൻ ആമിൻ ഇല്ലല്ലദീ ബഅദഹു ശർറു മിൻഹു ഹത്താ തൽഖു റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതുവരെ ഒരു വർഷം മുമ്പത്തെ വർഷത്തെക്കാൾ മോശമായിരിക്കും. അടുത്ത വർഷം നല്ല വർഷമാണ്, 25 നല്ല വർഷമാണെന്ന് വിചാരിക്കേണ്ട. കാരണം 23-നേക്കാൾ മോശമായ അവസ്ഥയിലാണ് 24-ലെങ്കിൽ 24-നേക്കാൾ മോശമായ സാഹചര്യമാണ് 25-ലുണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തിന്മയുടെ എത്ര വൈവിധ്യങ്ങളാണ് ലോകത്ത് പടർന്നു പിടിക്കുന്നത്. മരണത്തിൻ്റെ എത്ര വൈവിധ്യങ്ങളാണ് ഈ ലോകത്ത് പടർന്നു പിടിക്കുന്നത്. മരണത്തിൻ്റെ സാധ്യതയില്ലാത്ത ഒരുത്തനെങ്കിലും ഈ ലോകത്ത് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നുണ്ടോ? വെറൈറ്റി രൂപത്തിലാണ് ആളുകൾ മരിക്കുന്നത്. വ്യത്യസ്ത തരത്തിൽ, ആകർഷണീയമായ തരത്തിലാണ് തിന്മകൾ കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ജീവിതത്തെ ഒരു തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. കൂരിരുട്ടുള്ള രാത്രി, ഒരു ഇടവഴി, അതിൽ തേളുണ്ട്, പാമ്പുണ്ട്, കുപ്പിച്ചില്ലുണ്ട്, മുള്ളുണ്ട്. അതിലേക്ക് ഒരു വെളിച്ചമില്ലാത്തവൻ കാലെടുത്തു വെക്കുമ്പോൾ അവൻ എന്തിനെയൊക്കെ ഭയപ്പെടണം. അതേപോലെ മുന്നോട്ടു പോക്കിലെ ഓരോ നിമിഷത്തെയും വളരെ സൂക്ഷ്മമായി പരിക്കു പറ്റാതെ മുന്നോട്ടു പോകണമെങ്കിൽ ദീനല്ലാതെ പരിഹാരമില്ല. ഖുർആൻ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഞെട്ടലോടുകൂടിയാണ് ഓർക്കേണ്ടത്. അവലാ യറൗന അന്നഹു യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറതൻ ഔ മർറതൈൻ ثم لا يتوبون ولا هم يذكرون. അവർ ഒരു കൊല്ലവും 1-2 പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവർ കാണുന്നില്ലേ? എന്നിട്ടും അവർ ഖേദിച്ചു മടങ്ങുന്നില്ലല്ലോ, ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം, അതിൻ്റെ മുകളിലത്തെ കൊല്ലം 2022-ലും 2021-ലും 2020-ലും 2019-ലും 2018-ലും ഒക്കെ ഉണ്ടായ ദുരന്തങ്ങൾ എടുത്തു നോക്കൂ. വയനാട്ടിലെ ദുരന്തം, വെള്ളപ്പൊക്കത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, വാഹനാപകടങ്ങൾ. 2025-ൽ ഇനി എന്തൊക്കെ ദുരന്തങ്ങൾ വരാനുണ്ട്? ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഒരു 2026-ലെ പുതുവർഷ പുലരിയിൽ നാം ഉണ്ടായിരിക്കുമോ, അതോ നാം 6 മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരാളായി മാറുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. 2025-ൽ എത്ര പേർ നമ്മളെ വിട്ടുപോയി? കഴിഞ്ഞ ജനുവരി 1-ാം തീയതി മുതൽ ഇന്നുവരെ ഈ ഏപ്പുക്കാട് പ്രദേശത്ത്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് ആരൊക്കെ മരിച്ചുവെന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക, അവരാരും ഈ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല. എന്നിട്ടും അവർ ഖബറിലെത്തി. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ തന്നെയായിരുന്നു 2024 ഡിസംബർ 27-ാം തീയതി അവർ ഇതേ മാനസികാവസ്ഥയിലായിരുന്നു. നമ്മളും ഇതേ മാനസികാവസ്ഥയിൽ ഇപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ 2026 ആ അവസാനത്തെ വെള്ളിയാഴ്ച ഖുത്ബ പറയാൻ ഞാൻ ഉണ്ടായിരിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. നിങ്ങളത് കേൾക്കാൻ ഉണ്ടായിരിക്കുമോ എന്ന് നിങ്ങൾക്കും ഉറപ്പില്ല. അതുകൊണ്ട് ഉള്ള സമയം അരമുറുക്കിയെടുത്ത് ആവേശത്തോടുകൂടി പരലോകത്തിലേക്ക് പണിയെടുക്കുന്ന ആളുകളായിട്ട് മാറണം. ഒരു മാറ്റം അനിവാര്യമാണ്. ശക്തമായ ചിന്തയും വ്യക്തമായ കാഴ്ചപ്പാടും ഇടമുറിയാത്ത ആസൂത്രണങ്ങളും ഉണ്ടെങ്കിലേ നമുക്ക് പരലോകത്തിലേക്ക് സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സമ്പാദിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അടുത്ത വർഷത്തെ ഒരു പ്ലാനിങ്,
നമ്മൾ ഓരോരുത്തരും നടത്തണം. ഒരു മുഅ്മിനീൻ്റെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ പരലോകത്തിനു വേണ്ടി എന്ത് പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. ഇന്ന് എൻ്റേത് അവസാനിക്കും, നാളെ ഞാൻ ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ച് ളുഹർ നമസ്കരിക്കുന്നവനും ഞാൻ ഇനി കുറേ കാലം ജീവിക്കും, നമസ്കാരം പിന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു പഠിച്ചറിഞ്ഞ് ജീവിക്കണം. ഇസ്ലാമിനെ കൂടുതൽ വായിച്ചും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിക്കാൻ സാധിക്കണം. നബിയുന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണിനേക്കാൾ, കാതിനേക്കാൾ, മനസ്സിനേക്കാൾ, ശരീരത്തേക്കാൾ, നഷ്ടം വരുന്ന കച്ചവടത്തേക്കാൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന വീടിനേക്കാൾ, നമ്മുടെ ബന്ധുക്കളെക്കാൾ അധികം ഇഷ്ടപ്പെടുന്നവരായി അടുത്ത വർഷം മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമസ്കരിക്കാൻ, മാതാപിതാക്കളുടെ കാര്യത്തിൽ കൂടുതൽ ചെയ്യാൻ, കുടുംബത്തിൽ സൽസ്വഭാവിയാവാൻ, മരണം പ്രതീക്ഷിച്ച് ഒരുങ്ങണം. തഹജ്ജുദ് നമസ്കരിച്ചു തുടങ്ങണം. ഖുർആൻ പാരായണം, ഖുർആന്റെ പഠനം, ഖുർആന്റെ പ്രയോഗം, ഖുർആന്റെ പ്രബോധനം ഇവക്ക് സജീവമായി ഇറങ്ങണം. എല്ലാ നന്മയിലും സഹകരിക്കണമെന്ന് ഒരു നല്ല മനസ്സ് രൂപീകരിക്കണം. തിന്മയിൽ നിസ്സഹകരിക്കാൻ നമുക്ക് സാധിക്കണം. ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ ധാരാളമായി ചെയ്യാൻ സാധിക്കണം. ആത്യന്തിക ലക്ഷ്യമെന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട വാക്ക് പറയുക, അല്ലാഹുവിന് തൃപ്തിപ്പെട്ട ജീവിതം നയിക്കുക എന്നതാണ് അടിമകളായ നമ്മുടെ ലക്ഷ്യം. നന്ദിയുള്ളവരാവുക എന്നത് പ്രധാനമാണ്. ആത്മാവിനെ പരിശുദ്ധമാക്കി അല്ലാഹുവിനെ തിരിച്ചേൽപ്പിക്കാനാണ് ഈ ആത്മാവിനെ നമ്മളെ ശരീരത്തിലേക്ക് തന്നിട്ടുള്ളത്. ഏറ്റവും നല്ലത് ചെയ്തവരായി തിരിച്ചു മടങ്ങാൻ സാധിക്കണം. മരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, മലക്ക് വന്ന് സ്വർഗത്തിലെ കഫംപുടവയിൽ നമ്മുടെ ആത്മാവിനെ പൊതിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു നല്ല ആത്മാവായി മാറാൻ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. യാ അയ്യുഹൻ നഫ്സുൽ മുത്മയിന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നിന്റെ രക്ഷിതാവിങ്കലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക എന്ന് വിളിച്ചു പറയുന്ന ഒരു മലക്ക് മരണത്തിൻ്റെ സമയത്ത് സന്തോഷത്തോടുകൂടി നമ്മുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിജയമെന്ന് മനസ്സിലാക്കണം. വദുഖുലി ഫീ ഇബാദി, എന്നിട്ട് എൻ്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചു കൊള്ളുക. വദുഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നവരിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടണം. അങ്ങനെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ ജ്യേഷ്ഠൻ ഹാരിസ് ഇബ്നു സലീം വളരെയധികം ഒരു പ്രയാസത്തിൽ മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം. അല്ലാഹു തആല അദ്ദേഹത്തിന് പരിപൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രബോധന രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള, ഒരു നല്ല ശക്തമായി തിരിച്ചു വരാനുള്ള ഒരു തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവരുടെ രോഗങ്ങളും അല്ലാഹു തആല എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ല നന്മ ചെയ്ത് 2025 നല്ല രൂപത്തിൽ നന്മ കൊണ്ട് സമ്പന്നമാക്കാനും ഒരു വർഷത്തിലെ ഓരോ നിമിഷവും അള്ളാഹു നമ്മിൽ നിന്ന് തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ പുറത്തു വരാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.